അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ നായകൻ. ഡോക്ടർ പറഞ്ഞു അവൻ എഴുന്നേൽക്കാൻ 2 ആഴ്ച വേണമെന്ന്. പ്രൊഫസർമാർ വിധിയെഴുതി ഇവന്റെ കാര്യം പോക്കാണെന്ന്. പക്ഷേ ഫ്രണ്ട്സ്, ആരും കാണാതെ പാതിരാത്രിയിൽ ആ അടച്ചിട്ട മുറിയിലേക്ക് ജനൽ വഴി ഒരു അപരിചിതൻ കയറി വരുന്നുണ്ട്. ആരാണ് അവൻ? യോവൂണിനെ തീർക്കാൻ വന്നതാണോ? തന്റെ വിധി തിരുത്തിക്കുറിക്കാൻ യോവൂൺ നടത്തുന്ന ആ സീക്രട്ട് ഓപ്പറേഷൻ എന്താണെന്ന് അറിയണ്ടേ? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാനോ മെഷീന്റെ ഏറ്റവും ആവേശകരമായ 12ാം എപ്പിസോഡാണ്. കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇൻഫർമറിയുടെ പുറത്ത് നിൽക്കുന്ന ആ പ്രൊഫസറെയാണ്. അദ്ദേഹം വന്നത് യോവൂണിനെ കാണാനാണ്. പക്ഷേ ഡോക്ടർ സമ്മതിച്ചില്ല. അവന്റെ പരിക്ക് ഗുരുതരമാണ് സാർ. ഇന്റേണൽ ഓർഗൻസും ഒക്കെ ഡാമേജ് ആണ്. മിനിമം 2 ആഴ്ചയെങ്കിലും ബെഡ് റെസ്റ്റ് വേണം. ഇത് കേട്ടതും പ്രൊഫസറുടെ മുഖം മാറി. കാരണം 3 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയാണ്. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഇവന്റെ കാര്യം കഷ്ടമാണ്. എങ്ങനെയോ ആദ്യത്തെ ടെസ്റ്റ് പാസ്സായി. പക്ഷേ ഭാഗ്യം എപ്പോഴും കൂടെയുണ്ടാവില്ലല്ലോ. ഇവൻ ഇവിടെ കിടന്നു തന്നെ തോൽക്കാൻ പോവുകയാണ്. സ്വന്തം വിദ്യാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവൻ തോറ്റുപോയി എന്ന് ഉറപ്പിക്കാനാണ് ആ പ്രൊഫസർ വന്നത്. അദ്ദേഹം തിരിച്ചുപോയി. ഇൻഫർമറിയിൽ യോവൂൺ തനിച്ചായി. പക്ഷേ കളി മാറാൻ പോകുന്നതേയുള്ളൂ. സമയം പാതിരാത്രി. അക്കാദമി മുഴുവൻ ഉറക്കത്തിലാണ്. പെട്ടെന്ന് ഇൻഫർമറിയുടെ ജനൽ മെല്ലെ തുറക്കുന്നു. വാതിലിലൂടെയല്ല, ജനലിലൂടെ ഒരാൾ അകത്തേക്ക് ചാടി വരുന്നു. ആരാണെന്നല്ലേ? മറ്റാരുമല്ല, ആ കുടിയൻ ഗാർഡിയൻ സിയോപ്മെങ്. അവൻ നേരെ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന യോവൂണിനെ തട്ടി വിളിച്ചു. യോവൂൺ ഞെട്ടി എഴുന്നേറ്റു. മാസ്റ്റർ, അങ്ങ് എന്താ ഇവിടെ? സിയോപ്മെങ് ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒരു ചിരി ചിരിച്ചു. എടാ, ഡോക്ടർമാർ പറഞ്ഞ ആ 2 ആഴ്ചത്തെ റെസ്റ്റ് ഇല്ലേ, അതാണ് നിനക്ക് കിട്ടിയ ലോട്ടറി. പുറം ലോകം വിചാരിക്കുന്നത് നീ കിടപ്പിലാണെന്നാണ്. പക്ഷെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ നിന്നെ മാറ്റിയെടുക്കാൻ പോവുകയാണ്. ട്രെയിനിങ് തുടങ്ങുന്നതിന് മുൻപ് സിയോപ്മെങ് ആ മാനുവൽ എടുത്തു ചോദിച്ചു. ഇതിലെ ആദ്യത്തെ ഭാഗം നീ വായിച്ചോ? നമുക്കറിയാം, നാനോ ഉള്ളതുകൊണ്ട് യോവൂൺ അത് പണ്ടേ സ്കാൻ ചെയ്ത് തലയിൽ കയറ്റിയതാണ്. അവൻ പറഞ്ഞു. വായിച്ചു എന്ന് മാത്രമല്ല, എനിക്കത് മനഃപ്പാഠമാണ്. സിയോപ്മെങ് വിശ്വസിച്ചില്ല. വെറുതെ തള്ളല്ലേടാ, ഇത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ യോവൂൺ ആ വരികൾ ഒന്നുപോലും തെറ്റാതെ ചൊല്ലിക്കേൾപ്പിച്ചു. ഇത് കേട്ട സിയോപ്മെങ്ങിന്റെ കിളി പോയി ഫ്രണ്ട്സ്. അവൻ വായ പൊളിച്ചു നിന്നുപോയി. ഇവൻ മനുഷ്യനാണോ? ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം പഠിച്ചോ? അവന് മനസ്സിലായി, താൻ തിരഞ്ഞെടുത്ത ശിഷ്യൻ വെറും നിസ്സാരക്കാരനല്ല എന്ന്. യോവൂണിന്റെ ഈ മെമ്മറി പവർ കണ്ടു ഞെട്ടിയവർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കൂ. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പാതി പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. ഇനി വരാൻ പോകുന്ന സീനുകൾ ഇതിലും മാസാണ്. നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സമയം കളയാതെ അവർ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. ഇന്റേണൽ എനർജി ശരീരത്തിലേക്ക് കയറ്റുന്ന പ്രോസസ്. സിയോപ്മെങ് തന്റെ കൈകൾ യോവൂണിന്റെ പുറത്ത് വെച്ചു. ഇത് വളരെ അപകടം പിടിച്ച പണിയാണ്. ചെറിയൊരു പിഴവ് പറ്റിയാൽ മരണം വരെ സംഭവിക്കാം. അവൻ തന്റെ എനർജി യോവൂണിന്റെ ശരീരത്തിലേക്ക് ഒഴുക്കി വിട്ടു. സാധാരണക്കാരുടെ ശരീരത്തിൽ എനർജി കയറുമ്പോൾ ബ്ലോക്കുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. സിയോപ്മെങ് വീണ്ടും ഞെട്ടി. ഇതെന്ത് അത്ഭുതം! ഇവന്റെ ശരീരത്തിൽ ഒരു തടസ്സവുമില്ലല്ലോ. വെള്ളം ഒഴുകുന്നത് പോലെ എനർജി പാസ് ചെയ്യുന്നു. നാനോ മെഷീൻ യോവൂണിന്റെ ശരീരം ക്ലീൻ ആക്കി വെച്ചിരുന്നത് കൊണ്ട് അവൻ ഒരു പെർഫെക്റ്റ് ബോഡി ആയി മാറിയിരുന്നു. പക്ഷെ പാവം സിയോപ്മെങ് കരുതിയത് യോവൂണിന്റെ അച്ഛൻ ഡെമോണിക് ലോർഡ് അവനെ രഹസ്യമായി പരിശീലിപ്പിച്ചു എന്നാണ്. എന്തായാലും ഗുരുനാഥൻ ഫുൾ ഹാപ്പി. ഇൻഫർമറിയിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ഡോർമിറ്ററിയിൽ വേറൊരു സീൻ നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് 12. അവിടെ ഒരാൾ പോയിസൺ പ്ലാൻ യങ് മാസ്റ്ററെ ക്രൂരമായി ഇടിച്ച് ചമ്മന്തിയാക്കി നിലത്തിട്ടിരിക്കുകയാണ്. അവന്റെ പേരാണ് ബേക്കഗി. മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ദയയുമില്ലാത്തവൻ. ശക്തിയുള്ളവനെ ഭരിക്കാൻ അവകാശമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവൻ. ഇവൻ ഭാവിയിൽ നമ്മുടെ യോവൂണിന് വലിയൊരു തലവേദനയാകും എന്ന് ഉറപ്പാണ്. ആ പേര് ഓർത്തുവെച്ചോ, ബേക്കഗി. തിരിച്ച് ഇൻഫർമറിയിലേക്ക് വരാം. 2 മണിക്കൂർ നീണ്ട കഠിനമായ ട്രെയിനിങ് കഴിഞ്ഞു. സിയോപ്മെങ് പോകാൻ എഴുന്നേറ്റു. പോകുന്നതിന് മുൻപ് അവൻ യോവൂണിന് നേരെ വിരൽ ചൂണ്ടി ഒരു വെല്ലുവിളി നടത്തി. യോവൂൺ, എനിക്ക് നിന്നിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് കൃത്യം 1 ആഴ്ച സമയം തരാം. ഈ 1 ആഴ്ചക്കുള്ളിൽ നീ സ്വന്തമായി നിന്റെ ശരീരത്തിൽ ഇന്റേണൽ എനർജി ഉണ്ടാക്കിയെടുക്കണം. ഫ്രണ്ട്സ്, വർഷങ്ങളെടുത്ത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന വിധിയാണ് വെറും 7 ദിവസം കൊണ്ട് ചെയ്യാൻ പറയുന്നത്. ഇത് നടന്നില്ലെങ്കിൽ യോവൂൺ തോൽക്കും. അടച്ചിട്ട മുറിയിൽ ആരും സഹായിക്കാനില്ലാതെ യോവൂൺ അത് സാധിക്കുമോ? അതോ നാനോ മെഷീനെ ഉപയോഗിച്ച് അവൻ മാസ്റ്ററെ വീണ്ടും ഞെട്ടിക്കുമോ? അത് അറിയാൻ നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
ഈ ബാക്കകി ഇനി അവനാരാ? അവനെയോ ബോണിടിച്ച് പരത്തുമോ? കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.